പതിവ് പോലെ അശ്വതി വിശ്വനാഥനുണ്ട് നമുക്കൊപ്പം കാലാവസ്ഥ വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്ന് എങ്ങനെയാണ് കാലാവസ്ഥ? ഏത് തരത്തിലാണ്? ഈ അവധി ദിവസമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ പുറത്തിറങ്ങുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മഴ മുന്നറിയിപ്പുണ്ടോ, അതോ ചൂട് കൂടുമോ? എങ്ങനെയാണ് അവസ്ഥ? സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ പറഞ്ഞ പോലെ സാറ്റർഡേ ആണ്. ഇനി പല പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും മിക്ക ദിവസം എഴുന്നേക്കുന്നത് പല പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കും, പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങളിൽ അല്ലേ. ഇന്ന ദിവസം ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകണം, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ പ്ലാനിങ് ഒക്കെ തെറ്റിക്കുന്ന ഒരു സംഭവമാണ് ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും നല്ല അടിപൊളി മഴ വരുന്നത്. അപ്പോൾ എൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ അങ്ങ് ക്യാൻസൽ ചെയ്യും. കാരണം ഈ മഴയത്ത് ഇങ്ങനെ ഈ നനഞ്ഞു പോകാനൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമുക്ക് കാലാവസ്ഥ അറിയാം. എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് കേരളത്തിൻ്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ ഒരു ജില്ലയിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ഇവിടെ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയാണ് കാലാവസ്ഥ വകുപ്പിൻ്റെ പ്രവചനം. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ നിലവിൽ മുന്നറിയിപ്പില്ലെങ്കിലും നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ഈ പ്രേക്ഷകർക്ക് ഈ ഒരു പച്ച കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ സ്ഥിരം പറയുന്നതാണ്, നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് ഏകദേശം ഒക്കെ കാണാപാടായിട്ടുള്ള ഒരു സംഭവമാണ്. മാത്രമല്ല മറ്റന്നാൾ, അതായത് 31 പിന്നെ ഏപ്രിൽ 1 ഈ തീയതികളിലെല്ലാം തന്നെ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇവിടങ്ങളിൽ 40 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായിട്ടുള്ള ഒരു കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംസ്ഥാനത്തെ മഴയുടെ മുന്നറിയിപ്പ്. ഇനി നമുക്ക് എങ്ങനെയാണ് ചൂടെന്ന് നോക്കണം അല്ലേ. ചൂട് നോക്കാണ്ട് പറ്റില്ല, നമുക്ക് മഴയായാലും ചൂടായാലും പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് ഏതൊക്കെ ജില്ലയിലാണ് ഉയർന്ന താപനില എന്ന് നമുക്ക് നോക്കാം. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. 36 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട്ടെ താപനില. അതേസമയം കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ഈ 4 ജില്ലകളിലാണ് രണ്ടാമതായിട്ട് ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. 34 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഈ ജില്ലകളിൽ. ഇനി ഒരു ജാഗ്രതാ നിർദ്ദേശമാണ്. ആർക്കാണെന്നല്ലേ, വേറെ ആർക്കുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന് ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയൊക്കെയാണ് പ്രവചനം. അപ്പോൾ ഇടിമിന്നൽ ജാഗ്രതയൊക്കെ ഉണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഇടിമിന്നൽ എന്ന് പറയുന്നത് അപകടകരമാണ്. ഈ ഇടിമിന്നൽ നമുക്ക് എപ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുന്നതിലൊന്നും നമ്മൾ ഒരിക്കലും വിട്ടു നിൽക്കാനും പാടില്ല. എന്തൊക്കെ മുൻകരുതലുകളാണ് നോക്കേണ്ടത്? സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. അതായത് എന്തെങ്കിലും ഈ ഇടിമിന്നൽ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായൊരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറാൻ നോക്കണം. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം. പരമാവധി ആ ഒരു സമയത്ത് ഈ ജനലിൻ്റെയും വാതിലിൻ്റെയും ഒക്കെ അടുത്ത് നിൽക്കാതിരിക്കാൻ ശ്രമിക്കാം. അടുത്തതായി വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. നമ്മുടെ കാര്യം മാത്രമല്ല, നമുക്ക് ചുറ്റും നമ്മളെ പറ്റി നിൽക്കുന്ന വേറെ കുറച്ച് ജീവികളും കൂടിയുണ്ട്. അപ്പോൾ അവരുടെ ഒരു സേഫ്റ്റിയും കൂടി നമ്മുടെ കടമയാണ്. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ കളിക്കുന്നത് ഒഴിവാക്കുക. അടുത്തതായി ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. ഈ കാർമേഘങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഈ ബോട്ടിംഗ് തുടങ്ങിയിട്ടുള്ള പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. അതേസമയം ഈ ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഒക്കെ ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ. ഇതിനൊക്കെ അനുസരിച്ചായിരിക്കണം നമ്മുടെ ഇന്നത്തെ പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി സ്കൈ വാച്ചുമായി നാളെ കാണാം.